ഹലോ, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ കേട്ടോ. കർക്കിടകത്തിലെ ഉത്രം എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി വീഡിയോ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേര് പേഴ്സണൽ ഇൻബോക്സിലും 1-2 പേര് കമൻസിലൂടെയും പറഞ്ഞ കാര്യമായിരുന്നു അച്ഛൻ കാണാൻ ഒരുപാട് മാറിപ്പോയി എന്ന്. അപ്പോഴാണ് ഞാനും ആലോചിക്കണേ, അച്ഛന് അത്രയൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന്. അച്ഛന് മാറ്റങ്ങൾ വരുന്നുണ്ടെന്നും പ്രായമാവുന്നുണ്ടെന്നൊക്കെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണ് ഞാൻ. അതെൻ്റെ സ്വാർത്ഥത കൊണ്ടും ആയിരിക്കാം കേട്ടോ. എന്നെ പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും അറിയാം, അന്നും ഇന്നും എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് അച്ഛൻ തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് റിലേറ്റബിൾ ആയിരിക്കും എന്നറിയില്ല. ഇതിപ്പോൾ ഈ 2025 പറയുമ്പോൾ ചിലപ്പോൾ വലിയ സംഭവമൊന്നും അല്ലായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഒരു 20-21 വർഷങ്ങൾക്ക് മുന്നത്തെ കാലഘട്ടത്തെ പറ്റിയിട്ടാണ്. എനിക്കൊരു 8-9 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അന്നൊക്കെ സമ്മർ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ചില ഷോർട്ട് ടേം ക്ലാസ്സസിനൊക്കെ കൊണ്ടുപോയി ചേർക്കുമായിരുന്നു. അതായത് സോഫ്റ്റ് സ്കിൽസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പബ്ലിക് സ്പീക്കിംഗ്, അതുപോലെ ഈ മോട്ടിവേഷൻ ക്ലാസ്സസിനൊക്കെ. ഞാനതിന് തനിയെ ബസ് കയറി പോയി ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് അമ്മ വീട്ടിലേക്ക് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള സാധനങ്ങളും കടയിൽ പോയി വാങ്ങി, വെള്ളിയാഴ്ച ആണെങ്കിൽ ബുക്ക് സ്റ്റാളിൽ പോയി ബാലരമയും വാങ്ങി, ബേക്കറി കയറി മിഠായും വാങ്ങിയിട്ട് തനിയെ ബസ് കയറി വീട്ടിലേക്ക് പോകുമായിരുന്നു. ഇതിപ്പോൾ കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാവും, എന്താ ഇതിൽ ഇത്ര പറയാന്ന്. എനിക്ക് ഈ കാര്യം കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നാൻ കാരണം ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടഞ്ചേരി എന്നൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. അവിടെ എൻ്റെ സംപ്രായക്കാരായിട്ടുള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആ പ്രായത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ തുടങ്ങിയതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് പലപ്പോഴും തല്ലൂടിയിട്ടുണ്ട് കൂടെ വരാത്തതിന് ഒന്നിനും. അന്നേ അച്ഛൻ അക്കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിരുന്നു. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും തിരിച്ച് സംസാരിക്കാനും പ്രായമായി എന്ന് തോന്നിയ കാലം തൊട്ടിട്ടേ മറ്റാരെയും ആശ്രയിക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ അച്ഛൻ നിർബന്ധിച്ചിരുന്നു. ഇന്നിപ്പോ ഞാൻ കുറച്ചെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ട്രെയിനിങ് കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോഴും എന്നെ വഷളാക്കുന്നത് അച്ഛനാണെന്നും അച്ഛൻ ഞാൻ പറഞ്ഞ മാത്രം എന്തെങ്കിലും കാര്യങ്ങൾ അനുസരിക്കുമെന്നും അമ്മയ്ക്കും ചേച്ചിക്കും എപ്പോഴും പരാതിയാണ്. അച്ഛനൊരു സ്ട്രിക്റ്റ് പാരന്റ് തന്നെയായിരുന്നു കേട്ടോ. എന്നാലും എന്നോട് ഒരുപാടൊന്നും നോ പറയാൻ അച്ഛൻ കഴിഞ്ഞിട്ടില്ല. എന്റെ പഠിത്തം, ജോലി, വിവാഹം ഇതൊക്കെ എന്റെ തന്നെ ചോയ്സസ് ആയിരുന്നു. എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടോ അമിത വിശ്വാസം കൊണ്ടോ എന്തുകൊണ്ടാന്നറിയില്ല അച്ഛനെന്നും കൂടെ നിന്നിട്ടേ ഉള്ളൂ. എന്റെയും ചേച്ചിയുടെയും വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എന്നും അഭിമാനത്തോടെ ആഘോഷിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ പോലും അച്ഛൻ്റെ ആഗ്രഹങ്ങളിലും സ്വപ്നങ്ങളിലുമുള്ള ഞാനാവാൻ എനിക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. പക്ഷെ ഞാൻ എത്തും അച്ഛാ. ഐ മേക്ക് യു പ്രൗഡ് വൺ ഡേ. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, പുസ്തകങ്ങൾ വായിക്കുന്ന, കുറേ അധികം പേരുടെ സുഹൃത്തും സഹോദരനുമായിട്ട് എടപ്പാളിന്റെ ഹൃദയഭാഗത്ത് 40-ലേറെ വർഷങ്ങളായിട്ട് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായും കലാസാഹിത്യ പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിച്ചും നിലനിൽക്കുന്ന അച്ഛൻ എന്നും എനിക്കൊരു ഇൻസ്പിറേഷനാണ്. ഇനിയും ഒരു 100 വർഷം എല്ലാ ആരോഗ്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി അച്ഛന് ജീവിക്കാൻ പറ്റട്ടെ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ.